Hey, Namaste, teacher. yes, Navodaya Entrance Coaching Center യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. 2024 കോട്ടയം ജില്ലാ വിദ്യാലയത്തില് 6th സ്റ്റാൻഡേർഡിൽ അഡ്മിഷൻ കിട്ടിയ വേദ എസ് ചന്ദ്രൻ കോട്ടയം. വേദ എസ് ചന്ദ്രനെയാണ് ഇന്റർവ്യൂവിനായിട്ട് കിട്ടിയിരിക്കുന്നത്. കുട്ടികളുടെ ഇന്റർവ്യൂവില് വേദായന്റെ വിശേഷങ്ങളും സന്തോഷങ്ങളും ഒക്കെ പങ്കുവെക്കാം. വേദയുമായിട്ട് വേദയെ നമുക്ക് സ്വാഗതം ചെയ്യുന്നു. മിസ്റ്റർ ചക്കരെ, എന്നാണ്ടോ കുട്ട വിശേഷങ്ങള്? സുഖമായിട്ടിരിക്കുന്നു. പിന്നെ നവോദയയിലേക്ക് പോകുന്ന കാര്യങ്ങളൊക്കെ ശരിയായിക്കൊണ്ടിരിക്കുന്നു അല്ലേ? നവോദയ അഡ്മിഷന് വേണ്ടിയിട്ട് എക്സൈറ്റഡ്. എങ്ങനെ റിസൾട്ട് ഒക്കെ അറിഞ്ഞപ്പോഴത്തേക്കിന് മോളുടെ സത്യത്തിൽ ഞാൻ എന്തോ പാത്രം കൊണ്ട് കൈ തട്ടി പോയപ്പോ അമ്മ വഴക്ക് പറഞ്ഞു. അപ്പൊ ഞാൻ അവിടെ ഇരുന്നു, ഞാൻ പിണങ്ങി പോയിരിക്കുവായിരുന്നു. അപ്പോഴാണ് അമ്മ പെട്ടെന്ന് പറഞ്ഞത്, ഇടി നവോദയയുടെ റിസൾട്ട് വന്നു പറഞ്ഞു. ഞാൻ ഞെട്ടിപ്പോയി. അപ്പം ഞാൻ ഓടി വന്നിരുന്നു അമ്മയുടെ അടുത്ത് ഇരുന്ന്. പക്ഷെ അമ്മ ലിങ്ക് ഓപ്പൺ ചെയ്യാൻ നോക്കിയപ്പോഴത്തേനും ലിങ്ക് ഓപ്പൺ ചെയ്യാൻ പറ്റുന്നില്ല. അപ്പം പിന്നെ അമ്മ പിന്നെയും ട്രൈ ചെയ്തപ്പോ ലിങ്ക് ഓപ്പൺ ആയി, നവോദയ റിസൾട്ടിന്റെ ലിങ്ക്. അപ്പം ഞാൻ വിചാരിച്ച അമ്മയുടെ ലിങ്ക് ഓപ്പൺ ആയതുകൊണ്ട് അമ്മ കൈ അടിക്കുന്നതെന്നായിരുന്നു എനിക്ക് ഫസ്റ്റ് വിചാരിച്ചത്. പിന്നെ ഞാൻ ഇങ്ങനെ അറിഞ്ഞിരിക്കുക, പിന്നെയാണ് അമ്മ പറഞ്ഞത് എനിക്ക് നവോദയ കിട്ടിയെന്ന്. അപ്പൊ എനിക്ക് പെട്ടെന്ന് കേട്ടപ്പോ ഭയങ്കരമായിട്ട് സന്തോഷമായി. ഞാൻ ഇവിടെ കിടന്ന് തുള്ളുമായിരുന്നു, തുള്ളി മറി വരുന്നു. എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലായിരുന്നു. പിന്നെ എന്റെ ഫാമിലിക്കും അടുത്തെല്ലാരും ഉണ്ടായിരുന്നു. അപ്പൊ അവർക്കും എല്ലാവർക്കും ഭയങ്കര സന്തോഷമായി. അയ്യോ, എന്നിട്ട് അങ്ങനെ ആയിരുന്നു. പിന്നെ അച്ഛൻ ഇവിടെ ഇല്ലായിരുന്നു, ഡ്യൂട്ടിക്ക് പോയിരുന്നു. അച്ഛനൊക്കെ വിളിച്ചു പറഞ്ഞപ്പം അച്ഛൻ നൈറ്റ് ഡ്യൂട്ടിയിലായിരുന്നു. അച്ഛൻ ഓടിച്ചെന്ന് ലഡു ഒക്കെ മേടിച്ച് അച്ഛന്റെ കൂടെ വർക്ക് ചെയ്യുന്നവർക്കൊക്കെ കൊടുത്തു. അച്ഛൻ പോലീസാണ്. അപ്പൊ അങ്ങനെ അച്ഛൻ ഭയങ്കര സന്തോഷമായിരുന്നു. അങ്ങനെ ആയിരുന്നു അറിഞ്ഞത് സത്യത്തിൽ. ആ ഒരു നിമിഷം ഇപ്പോഴും മറക്കാനാവാത്ത അല്ലേ? ഇല്ല, അത് കേൾക്കുമ്പോ ഇപ്പൊ പെട്ടെന്ന് തന്നെ നമുക്ക് എന്താ പറയാ, കൈയൊക്കെ വരച്ചു തുടങ്ങും. അങ്ങനെ കേൾക്കുമ്പോ തന്നെ ഇപ്പോഴും ഓർക്കും. എന്തായാലും സന്തോഷം. കൊള്ളാലോ. പിന്നെ നമ്മുടെ ജെ ടീച്ചറിനെ കണ്ടുമുട്ടാനായ സാഹചര്യം കോച്ചിങ് സെന്ററിൽ ഉണ്ടായത് എങ്ങനെയാണെന്ന് പ്രേക്ഷകരുമായിട്ട് സംസാരിക്കാം. ഫസ്റ്റ് അച്ഛനും അമ്മയും പറഞ്ഞു, ഇടി ഇങ്ങനെ നവോദയ എന്ന് പറഞ്ഞ സംഭവം ഉണ്ട്, ആ സ്കൂൾ നല്ല സ്കൂളാണ്. അച്ഛനും അമ്മയൊക്കെ ട്രൈ ചെയ്ത് പഠിക്കാൻ വേണ്ടിയിട്ടൊന്ന് ആഗ്രഹിച്ച സ്കൂളാ, നിനക്ക് നല്ലതായിരിക്കും, അവിടെ നല്ല ഭാവിയൊക്കെ കിട്ടുമെന്ന് പറഞ്ഞു. നീ പറഞ്ഞു ഓക്കെ എന്ന് പറഞ്ഞപ്പോ ഞാൻ യൂട്യൂബിലും നോക്കിയൊക്കെ ചെയ്തു. ഇവരിങ്ങനെ പറഞ്ഞുകൊണ്ട് യൂട്യൂബിലൊക്കെ വീഡിയോസ് ഒക്കെ നോക്കി കണ്ടപ്പോ എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പൊ ഞാൻ അമ്മ എന്നെ ഇതിനകത്ത് കോച്ചിങ്ങിന് വിടാമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എനിക്കങ്ങനെ ഓൺലൈൻ ഇഷ്ടമല്ല, ഓഫ്ലൈൻ മതി എന്ന് പറഞ്ഞു. എന്നാ ഓഫ്ലൈൻ തപ്പി കിട്ടിയില്ല. പക്ഷെ അപ്പൊ അമ്മ പറഞ്ഞു എനിക്ക് ശരി, നീ ഒന്ന് ഓൺലൈനിൽ കയറി നോക്ക്, അപ്പൊ നമുക്ക് തപ്പാം, നിനക്ക് ഇഷ്ടപ്പെടുന്ന ഓൺലൈൻ കോച്ചിങ് ഉണ്ടെങ്കിൽ അത് എടുത്തോളാൻ പറഞ്ഞു. ഞങ്ങൾ ഇങ്ങനെ തപ്പിക്കൊണ്ടിരിക്കും. അപ്പൊ ടീച്ചറിന്റെ വീഡിയോ കണ്ട്, പിന്നെ ടീച്ചറിന്റെ വീഡിയോ കണ്ടപ്പോഴത്തേനും എനിക്കൊരു കൗതുകം തോന്നി. അപ്പം വീണ്ടും കുറെ വീഡിയോസ് നോക്കി. അപ്പൊ എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പൊ ഞാൻ പറഞ്ഞു അമ്മേ, ടീച്ചറായിട്ട് കോണ്ടാക്ട് ചെയ്ത് എനിക്ക് ആ കോച്ചിങ് സെന്ററിൽ പോകണം എന്ന് പറഞ്ഞു. അപ്പൊ ടീച്ചറിനെ വിളിച്ചപ്പോ ടീച്ചർ പറഞ്ഞു, ഒരു ദിവസത്തെ ക്ലാസ് കണ്ടു നോക്ക്, എന്നിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾ എടുത്താൽ മതി ടീച്ചർ പറഞ്ഞു. എനിക്ക് ശരി, ഓക്കെ, കുഴപ്പമില്ല എന്ന് പറഞ്ഞ് ഞാൻ ക്ലാസ്സിന് കയറി. അപ്പം ഫസ്റ്റ് എന്നോട് ചോദിച്ച ചോദ്യം എന്നാന്ന് വെച്ചാല്, ഞാൻ അവിടെ വന്നത് പഠിക്കാനാണോ കളിക്കാനാണോ എന്നായിരുന്നു. അപ്പൊ തന്നെ ചോദിച്ചപ്പോ എന്റെ കിളി പോയി. ഇതെന്തിനാ ഇങ്ങനെ ചോദിച്ചേ, പഠിക്കാന്ന് പറയണം, അല്ലെങ്കിൽ ടീച്ചറിന്റെ ഇത് വരത്തില്ല. പഠിക്കാൻ. അപ്പൊ ടീച്ചർ പറയുക, എങ്കിൽ ഇപ്പം തന്നെ ഡിലീറ്റ് ആയിക്കോ, പിന്നെ ഇവിടെ പഠിക്കുന്ന പിള്ളേരെ വേണ്ട, കളിക്കുന്ന പിള്ളേരെ മതി എന്ന് പറഞ്ഞപ്പോ തന്നെ ഞാൻ ഫസ്റ്റ് ഞെട്ടി. അപ്പം തന്നെ എനിക്ക് മനസ്സിലായി ഞാൻ ഇവിടെ പഠിച്ചാലേ പറ്റുള്ളൂ. അപ്പൊ പിന്നെ ഞാൻ പിന്നെയും ട്രൈ ചെയ്ത് പിന്നെ ക്ലാസ്സിൽ കയറി. പിന്നെയാണ് ജോളിയായിരുന്നു. ടീച്ചർ എന്ത് പറഞ്ഞാലും പഠിക്കാന്നുള്ളൊരു വേർഡേ അവിടെ യൂസ് ചെയ്യത്തില്ല, കളിക്കാൻ മാത്രമേ ഉള്ളൂ. അത് കൊള്ളാം. ആ ഒരു ഇതിലാണ് എന്തോ സംഭവമാണെന്ന് തോന്നി. ഇനി നോക്കി ഒരുപാട് വീഡിയോ എടുക്കുന്ന ആളാണ്. നമ്മുടെ കമ്പൈൻ സ്റ്റഡി, ഡൗട്ട് ക്ലിയറൻസ് സെഷൻ, ഇതിനൊക്കെ ഞാൻ ടീച്ചറെ കൊണ്ട് ക്വസ്റ്റ്യൻ ഇടുമ്പോഴേ ഞാൻ ശ്രദ്ധിച്ചതാണ്, നീ അങ്ങനെ തന്നെ ആൻസർ ചെയ്ത്
ഒരു ഇഷ്ടമുണ്ട്. അത് നിന്നെ ആരാ സഹായിക്കുന്നത് വീഡിയോ ഒക്കെ എടുക്കാൻ? ഇല്ല ടീച്ചറെ, വീഡിയോ എടുക്കാൻ എന്നെ ആരും സഹായിക്കാറില്ല. ഇത് എനിക്ക് വയ്യ. നിനക്ക് 10 വയസ്സില്ല, 9 വയസ്സുണ്ടായിരുന്നപ്പോ തുടങ്ങിയതാണ്. ജയ ടീച്ചറിനെ കണ്ടുപിടിച്ച മക്കള് 4th സ്റ്റാൻഡേർഡ് വെച്ചിട്ടാണ്. ഈ 4ാം ക്ലാസ്സിലിരിക്കുമ്പോ സ്വന്തമായിട്ട് വീഡിയോ ഒക്കെ എടുക്കാനായിട്ട് ആരുടെ സഹായമില്ല. അതായത് ഒരാളെ ശരിക്കും അത്ര നേരം ഒരു ക്യാമറ പിടിച്ചു നിർത്തി ഒരാള് ക്യാമറ പിടിച്ചോണ്ട് നിൽക്കണം അല്ലെ? എന്നിട്ടാണ് അത് ചെയ്ത് വേണം സംസാരിക്കാനായിട്ട്. ഞാൻ നിന്റെ വീഡിയോസ് ഒക്കെ ഞാൻ ഓരോന്നും കാണുമ്പോൾ എനിക്കറിയാം നീ തന്നെ എടുക്കുന്നതാണ്. അതുകൊണ്ടാണ് ഓൺ ചെയ്ത് ഓടിച്ചെന്ന് ബോർഡിന്റെ അടുത്ത് അത് എനിക്ക് 2 കാര്യങ്ങളുണ്ട് അതിന്. അച്ഛനും അമ്മയ്ക്കും ഡ്യൂട്ടി കാരണം അവര് തിരക്കിലായിരിക്കും, അത് ഒന്നാമത്തെ കാര്യം. പിന്നെ 2ാമത്തെ കാര്യം, എനിക്ക് അങ്ങനെ എന്നെ ആരും ഹെൽപ്പ് ചെയ്യുന്ന എനിക്ക് അത്ര ഇഷ്ടമല്ല. അപ്പം എനിക്ക് ഒറ്റയ്ക്ക് പഠിക്കാനാണ് കൂടുതൽ ഇഷ്ടം. പിന്നെ 3ാമത്തെ കാര്യം, എന്റെ 2 ഇളയത്തങ്ങളുണ്ട്. അവര് കയറി വന്ന മുട്ടനായിട്ടില്ല അലമ്പാക്കും. കാരണം അവിടെ തുടച്ച് കളയൊന്നെങ്കിൽ അല്ലെങ്കിൽ ബോർഡ് മരച്ചിടും. ഇതൊക്കെ ആയതുകൊണ്ട് ഇപ്പൊ ഒരു വാതിലിനകത്ത് കയറി കുറ്റിയിട്ടാണ് എനിക്ക് വീഡിയോ എടുക്കാൻ. അതുകൊണ്ടാണ് ഞാൻ ഒറ്റയ്ക്ക് ചെയ്യുന്നത്. അത് ശരി, നല്ല സ്ട്രഗ്ലിംഗ് ആണെന്നൊന്നും തോന്നിയിട്ടില്ല. ഒരുപാട് കിട്ടുന്ന സാഹചര്യം അത് നീ ഒരു ക്വസ്റ്റ്യൻ ഞങ്ങളുടെ കമ്പൈൻഡ് സെഷനും ഡൗട്ട് ക്ലിയറൻസും ആണ് നമുക്ക് വീഡിയോസ് എടുത്തിടാനായിട്ടുള്ള സെക്ഷൻസ് വന്നത്. ആ സെഷൻസ് എല്ലാം നീ എല്ലാത്തിനകത്ത് നിന്റെ വീഡിയോ ഉണ്ട്. എന്നിട്ട് അത് പെട്ടെന്ന് ഇത്രയും സ്ട്രഗ്ലിങ്. അമ്മ അടുത്തില്ല, അമ്മയില്ല, അച്ഛനും ഡ്യൂട്ടിക്ക് പോകുന്ന 2 പേര്. അനിയത്തിമാരാണ്. ആരാ അവിടെ അടുത്ത്? അനിയത്തിക്കുട്ടിയാണോ? ചേച്ചിക്കുട്ടി പേരെന്നാടാ? കാണത്തില്ല, കേക്കാൻ മേല. ഇപ്പൊ കാണാം. ആണോ? ഏത് ക്ലാസ് പഠിക്കുന്നേ? 2 നിത ഓടി വന്നതാ, എന്നെ കൂടെ കേട്ടോന്ന് ചോദിച്ചു. 2 പേരും കൂടെ ഇരുന്ന ചേച്ചിക്കുട്ടിയുടെ വിശേഷങ്ങള്. ചേച്ചി എങ്ങനെയാ പഠിച്ചോണ്ടിരുന്നത് പറയാമോ? ചേച്ചി ഞാൻ കേറി ഇവളുമാര് ബഹളം വെക്കുന്നോണ്ട് ഞാൻ കേറും അകത്ത്. അപ്പൊ ഇവളുമാരുടെ മെയിൻ പരിപാടി എന്നെ എങ്ങനെയെങ്കിലും ഡിസ്റ്റർബ് ചെയ്യണം. അപ്പൊ അവിടെ ഒന്ന് കൊട്ടു വന്നെങ്കിൽ അല്ലെങ്കിൽ കല്ലെറി. ഇവളുമാരുടെ സ്വഭാവം അതൊക്കെ. അതിനകത്ത് ഇപ്പൊ ചേച്ചിക്കുട്ടി പോവുമല്ലോ. മക്കളെ ഏത് ക്ലാസ്സിലാ? ഞാൻ 3-ലോട്ട് പോവാ. 3ാം ക്ലാസ്സിലോട്ട്. 3ഡിലോ? ഇവള് സത പറഞ്ഞ 3-ലോട്ടാണ്. അപ്പൊ അപ്പുറത്ത് നിത പറയാമെങ്കിൽ ഞാൻ 4-ലോട്ടാണ്. നിത ഇനി UKG-ലോട്ട് ഓടെയുള്ള. ചേച്ചിക്കുട്ടിയുടെ കൂടെ നവോദയ സ്കൂള് കണ്ടോ? 2 പേരും കണ്ടു. ഇഷ്ടപ്പെട്ടോ? ആണോ? അങ്ങനെ അവിടെ പോണോ മക്കൾക്ക്? വരുന്നുണ്ടോ? 3ാം ക്ലാസ്സിൽ നമ്മളിവിടെ കോച്ചിങ് ഉണ്ടല്ലോ, അറിയായിരുന്നോ? ക്ലാസ്സിന് 3ാം ക്ലാസ്സിലുണ്ട്. അത് കൊള്ളാം. എനിക്ക് കിട്ടിയെന്ന് അറിഞ്ഞ സ്പോട്ടിൽ തന്നെ ഇവളുമാര് പറഞ്ഞു എനിക്കും ജയാസ് നവോദയ പോണം, എനിക്ക് പോയേ പറ്റൂ. അതിനകത്ത് യൂട്യൂബിൽ ജയടീച്ചറിനോട് പറയണ എന്നെ കൂടെ നവോദയ കൊണ്ടുപോകണമെന്ന്. ഏതെന്താ ഐ ലവ് JNV എന്നൊക്കെ പറയാം. അതിന് ഫ്രണ്ട് നിന്ന് ഇവരുടെ ഫോട്ടോ എടുക്കണം കേട്ടോ. നവോദയ അത് ഞാൻ ഒറ്റയ്ക്ക് നിന്ന് ഫോട്ടോ എടുക്കാൻ. അപ്പൊ ഇവളുമാര് പറഞ്ഞു പറ്റത്തില്ല, എനിക്ക് കൂടെ പോകണമെന്ന്. അപ്പൊ അച്ഛൻ പറഞ്ഞു നിങ്ങൾക്ക് നവോദയ ഇട്ടുവാണെങ്കിൽ നിങ്ങളെ ഒറ്റയ്ക്ക് നിർത്തി ഫോട്ടോ എടുക്കാന്ന് പറഞ്ഞു. അപ്പൊ അതിനുവേണ്ടി കാത്തിരിക്കുക. ഐ ലവ് JNV ചേച്ചിക്കുട്ടി ആക്കാൻ പോകും. ചേച്ചിക്കുട്ടി ആക്കാത്തേക്കിന് ഫോട്ടോ എടുത്തു. എന്നിട്ട് അത് എനിക്ക് ആണോ? എന്നാലും ഞങ്ങൾ ചേച്ചിക്കുട്ടി കാണാൻ പോകത്തില്ലേ? സെക്കൻഡ് സാറ്റർഡേ ഒക്കെ കാണാൻ പോകും. അപ്പൊ ഞാനും ചേച്ചിയും കൂടി
അത് ശരി. അതിനൊന്നും കുഴപ്പമില്ല. എന്നാ മോന കുട്ടി ഇഷ്ടം എന്നടിച്ചേ നിനക്ക് ആരാകാനാ ഇഷ്ടം? എനിക്ക് ആസ്ട്രോ സയൻസ്. ആസ്ട്രോ സയന്റിസ്റ്റ്. ഓക്കെ. പിന്നെ മോള് മലയാളം മീഡിയം കേരള സിലബസിലെ സ്റ്റുഡന്റ് ആണ്. മലയാളം കേരള സിലബസിലെ എല്ലാവരും വിജയ ടീച്ചറിനോട് ചോദിക്കാറുണ്ട്, കേരള സിലബസുകാര് ഈ നവോദയയുടെ എൻട്രൻസിന് ഭയങ്കര പാടല്ലേ, അവർക്കൊക്കെ കിട്ടുമോ എന്നൊക്കെ ചോദിച്ചു. ആൻസർ ആണ് മലയാളം മീഡിയത്തിലെ കുട്ടി ആയ ഏക കുട്ടിക്ക് കിട്ടി എന്നുള്ളത് സന്തോഷം. ഇനി അവരോട് പറയാനുള്ള വിശേഷം എന്താണ്? മലയാളം മീഡിയത്തിൽ എന്നതാണ് തെളിയിച്ചേ? അത് നമുക്ക് ഒരു ലക്ഷ്യം വേണം. അതിനെപ്പറ്റി ആത്മാർത്ഥമായി പ്രയത്നിച്ചാൽ അതിനെപ്പറ്റി കിട്ടും. എന്റെ പരീക്ഷയുടെ ഞങ്ങളുടെ സ്കൂളിൽ പരീക്ഷ നടക്കുമ്പോഴാണ് നവോദയയുടെ പരീക്ഷ അടയ്ക്കുന്നത്. എനിക്ക് ഒട്ടും മാനേജ് ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു. പിന്നെ എങ്ങനെയൊക്കെയോ കഷ്ടപ്പെട്ട് എടുത്തു. അത് ശരി. അല്ലടി ഹാർഡ് വർക്ക് ചെയ്ത് ഉറപ്പായിട്ടും കിട്ടും. നമ്മള് ഹാർഡ് വർക്ക് ചെയ്തോ? അതിനകത്ത് ഹാർഡ് വർക്ക് നിങ്ങളെ കൊണ്ട് ഞാൻ ഹാർഡ് വർക്ക് ചെയ്യിച്ചു, പക്ഷേ നിങ്ങളത് അറിയില്ല. എപ്പോഴും പഠിക്കണം. ഇപ്പൊ നമ്മൾ ഒരു മണിക്കൂർ അരമണിക്കൂർ മതി. പക്ഷെ നമ്മൾ പഠിക്കുന്ന രീതിയിൽ അല്ലാതെ എൻജോയ് ചെയ്യുന്ന രീതിയിൽ ഇരുന്ന് പഠിക്കണം. ടീച്ചർ എടുക്കുന്ന പോലെ പഠിത്തം വിട്ടതൊരു കളിയായിട്ട് എടുക്കണം. അപ്പൊ അത് മതി. ഇപ്പൊ നമ്മള് ഞാനാണ് പിന്നെ നമ്മൾ എക്സാം വരുമ്പോ ഓർക്കും, അയ്യോ ഞാൻ ഈ കളി കളിച്ചാണല്ലോ, നമ്മൾ ഇത് കളിച്ചാണല്ലോ എന്നൊക്കെ ഒന്ന് ഓർക്കുമ്പോ നമുക്ക് കിട്ടും. പിന്നെ നിനക്ക് നമ്മുടെ കോച്ചിങ്ങിനകത്ത് മലയാളം മീഡിയംകാരെയും CBSE, കേരള സിലബസ്, ICSE എല്ലാവരും നമ്മുടെ ഒരേ കൊടുത്തോണ്ടിരിക്കും. മലയാളത്തിലെ ഈ ക്ലാസ്സിൽ ഇരുന്ന പ്രയോജനങ്ങൾ എന്തൊക്കെയാണ്? അത് ഞാൻ മലയാളം മീഡിയത്തിൽ ജോയിൻ ചെയ്തു. പക്ഷെ അത് ടീച്ചറുടെ ക്ലാസ് കയറി കഴിഞ്ഞപ്പോഴത്തേക്കും അവിടെ മലയാളം പറയും, ഇംഗ്ലീഷും പറയും. പക്ഷെ എനിക്ക് കൂടുതലായിട്ട് മനസ്സിലാവുന്ന ഇംഗ്ലീഷ് ആയിരുന്നു. അപ്പം ഞാൻ ഒരു ദിവസം ഞാൻ മലയാളം പുസ്തകം എടുത്ത് ഇതിന്റെ അർത്ഥം എന്തുവായിരുന്നു, ഇംഗ്ലീഷിൽ ഇതിന്റെ അർത്ഥം എന്തുവായിരുന്നു, അങ്ങനെ ഞാൻ ചിന്തിച്ചത്. മലയാളത്തിൽ കയറി ഇംഗ്ലീഷ് മീഡിയത്തിലോട്ട് ആയൊരു ലെവലായിരുന്നു ഞാൻ. മലയാളം മീഡിയത്തിൽ അങ്ങനെയായിരുന്നു. നമ്മള് മലയാളം ഇംഗ്ലീഷും കൂടെ ഒരുപോലെ പോകുന്നത് കൊണ്ട് നിനക്ക് ഒരുപാട് പ്രയോജനമുണ്ട് അല്ലേ? ഇനി ഇതിനേക്കാളും പ്രയോജനപ്പെട്ട അവിടെ ചെന്ന് കഴിയുമ്പോ നിനക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. അവിടെ എല്ലാം അത് കറക്റ്റ് ആയിട്ട് വരും. CBSE-യിലാണ് പഠിക്കുന്നത്. അവിടെ ചെന്ന് മലയാളം മീഡിയത്തിലെ കുട്ടികൾ നമ്മൾ സ്ട്രഗിൾ ചെയ്യും. നമ്മുടെ ഈ പോർഷൻ ഇങ്ങനെ കൊണ്ട് മലയാളം മീഡിയം ഇംഗ്ലീഷ് ഒരുപോലെ ICSE-കാരും അവിടെ ചെല്ലുമ്പോൾ നിങ്ങൾക്ക് അതിനൊക്കെ ന്യൂ വേർഡ്സ് ഒന്നും ആയിരിക്കില്ല, എല്ലാം ഫെമിലിയർ ആയിരിക്കും അല്ലേ? അതുകൊണ്ട് ഇനി മോനെ സ്കൂളിലെ പഠിച്ചത് എന്റെ സ്കൂളിലെ പഠിത്തത്തിൽ ഒന്നും കുഴപ്പമില്ലായിരുന്നു. കാരണം ടീച്ചർ പഠിപ്പിക്കുന്ന സമയത്തില് നമ്മളിതൊന്ന് ശ്രദ്ധിച്ച് കേട്ടാൽ മതി. അതാണ് ടീച്ചറിന്റെ ഫസ്റ്റത്തെ ഒരിത്. നമ്മളിത് വലിയോട് ശ്രദ്ധിച്ചില്ലെങ്കിലും ഒന്ന് കേട്ടാൽ മതി, പെട്ടെന്ന് തന്നെ തലയിൽ ക്ലിക്ക് ആകും. പിന്നെ അത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ഹോംവർക്സ് ഒക്കെ ചെയ്ത് കഴിയുമ്പോഴത്തേനും കുറച്ച് സമയം ടീച്ചർ ഇതൊക്കെ ഇടും, വർക്ക് ഷീറ്റുകൾ ഇടുമ്പം അത് ഓരോ ദിവസം ഓരോന്നേ ഉണ്ടാവുള്ളൂ. അതൊന്ന് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് തീർന്നു. അതേ നമുക്ക് വീണ്ടും അത് ചെയ്ത് കഴിയുമ്പോ പിന്നെ നമുക്ക് പിന്നെ അത് ചെയ്യാം. അത്രേ ഉള്ളൂ, സിമ്പിളാണ്. നമ്മുടെ ക്ലാസ്സിൽ ഒരു 5 മിനിറ്റ് അല്ല, 1 മണിക്കൂറത്തെ ക്ലാസ്, അത് കഴിഞ്ഞ് 5 മിനിറ്റത്തെ ഹോംവർക്ക് അല്ലേ? ഹോംവർക്ക് നല്ല നമ്മൾ പറയുന്നത് അത് മാത്രമേ ഉള്ളൂ, ഗെയിംസ് മാത്രമേ ഉള്ളൂ. വർക്ക്ഷീറ്റ് ഗെയിംസിന്റെ പേരാണ് കൂടുതൽ. ശരി. എടാ ചെക്കനെ, നിനക്ക് സ്കൂളിലെ പോർഷന് ഇത് പ്രയോജനപ്പെട്ടോ അതോ ബുദ്ധിമുട്ടായോ?
പ്രയോജനപ്പെട്ടു. ഞാൻ 4 വെച്ച് പഠിച്ച കാര്യങ്ങള് ഈ ബേസ് തൊട്ടേ നമ്മള് 5 കേറുമ്പോ പഠിക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കും ഞാൻ ഇങ്ങനെ ഇരിക്കുമ്പോ ഞാൻ അയ്യോ ഞാനിത് പഠിച്ച സംഭവം ഇതെനിക്ക് അറിയാം എന്ന് പറഞ്ഞ് അങ്ങനെ നമുക്ക് 5 വരുമ്പോ നല്ലതായിട്ട് ഉപയോഗപ്പെടും ഇത്. അത് പിന്നെ എങ്ങനത്തെ ക്വസ്റ്റ്യൻ വന്നാലും നമുക്ക് ചെയ്യാൻ പറ്റും. കാരണം അത് ഒന്ന് ജയ ടീച്ചറിന്റെ കേട്ടു, മറ്റേ നമ്മുടെ സാധാരണ ടീച്ചർ സ്കൂളിലുള്ള ടീച്ചർമാരുടെ കേൾക്കുമ്പോഴേ നന്നായിട്ട് ക്ലിക്ക് ആകും. ഓക്കെ, നീ ഒരുപാട് തലത്തില് സ്കോളർഷിപ്പ് വിന്നറാണ്. ഗണിത ക്വിസ് അല്ലെ, ഗണിത ക്വിസിനകത്ത് വിന്നറാണ്. പിന്നെ LSS സ്കോളർഷിപ്പ് പിന്നെ കിട്ടി, LSS പിന്നെ അങ്ങനെ പലതരത്തിലുള്ള പിന്നെ ഡാൻസ് ഉണ്ട്. കുട്ടിയായിട്ട് ഒരുങ്ങിയിരിക്കുന്ന ഫോട്ടോസ് ഒക്കെ ജയ ടീച്ചറെ കണ്ട്. പിന്നെ അതിനിടയ്ക്ക് അനിയത്തി കുട്ടികളുടെ പുസ്തകങ്ങളുമായിട്ട് നീ ചേർന്ന് എങ്ങനെ നീ ഇതെല്ലാം കൂടെ മാനേജ് ചെയ്താ? പപ്പായ അടുത്തില്ല, ഡ്യൂട്ടി എങ്ങനെ കൊണ്ടുപോകുന്നു മുന്നോട്ട്? അത് കുഴപ്പമില്ല ടീച്ചറേ, അത് എന്താ പറയാ, പിന്നെ ഇവന്മാരങ്ങനെ പുസ്തകം ഉണ്ടാക്കുവാണെങ്കിൽ ഒന്ന് ചേച്ചിക്ക് പഠിക്കണം നീ ഒന്ന് ഇങ്ങനെയൊക്കെ പറയുവാണെങ്കിൽ പിന്നെ ഒന്ന് മാറി നിന്നോളൂ, അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്തു. കുഴപ്പമില്ല. ഓക്കെ, മോന്റെ സ്കൂളിലെ HM ആരാണ്? HM ഞങ്ങളുടെ സ്കൂളില് ഇങ്ങനെ പെർമനന്റ് ആയിട്ടില്ല, പിന്നെ ഞാൻ ഇപ്പൊ 2-3 മാസം ഒരു HM ആയി, അങ്ങനെ പല പല. ഇപ്പത്തെ HM പേര് മാറി മാറി പോകും. ഏത് സ്കൂളായിരുന്നു? കുറിച്ചി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ കുറിച്ചി. ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ കുറിച്ചിയിലാണ് പഠിക്കുന്നത്. മോളുടെ പ്രിയപ്പെട്ട ടീച്ചർ ആരാണ് സ്കൂളിലെ? ടീച്ചർ ആരായിരുന്നു? ഞങ്ങളുടെ ശോഭന ടീച്ചർ. ഓക്കെ, ഇനി അവരോടൊക്കെ ഹായ് പറഞ്ഞതിന്റെ അവരുടെയൊക്കെ അനുഗ്രഹം കൊണ്ടാണ് ഇങ്ങനെ വലിയൊരു വിന്നറാകാൻ അവർക്കൊരു അവരും കേൾക്കട്ടെ. പറയണം അവരുടെയൊക്കെ പ്രിയപ്പെട്ട ടീച്ചർമാർക്കൊക്കെ താങ്ക്സ് പറയും. പേര് പറയും. ഞങ്ങളുടെ ഞാനിപ്പം UP പഠിച്ചു വന്നപ്പോഴത്തേക്കും UP 3 ടീച്ചർമാരായിരുന്നു ഉള്ളത്. ടീച്ചേഴ്സ് ഒക്കെ ഭയങ്കര ആഗ്രഹം. എന്നാ ടീച്ചറെ പേര് പറ, അവരോടൊക്കെ താങ്ക്സ് പറ. എന്റെ ടീച്ചർമാരുടെ പേര് വിജയ ടീച്ചർ, സാഫിനി ടീച്ചർ, രമ്യ ടീച്ചർ, ദിനീഷ ടീച്ചർ, റീന ടീച്ചർ, പ്രസീന ടീച്ചർ, ശോഭന ടീച്ചർ, ലീലാമ്മ ടീച്ചർ, ഇവരോടൊക്കെ ഞാൻ നന്നായിട്ട് താങ്ക് യു ടീച്ചർ. ടീച്ചേഴ്സിന് എനിക്ക് അയച്ചു കൊടുക്കാം, അവർക്കൊക്കെ താങ്ക്സ് കൊടുത്തിരിക്കുന്നത്. അച്ഛന്റെ പേര്? അച്ഛന്റെ പേര് സന്തോഷ് PC. ഓക്കെ, എവിടെയാ വർക്ക് ചെയ്യുന്നത്? ഇപ്പം ചങ്ങനാശ്ശേരി DVSP സ്ക്വാഡ്. ഓക്കെ, പോലീസ് ഓഫീസറായിട്ട് പ്രവർത്തിക്കുന്നു. അമ്മയുടെ പേര് പറ. വീണ ആർ നായർ. വീണ ആർ നായർ എവിടെയാ വർക്ക് ചെയ്യുന്നേ? നാട്ടകം PHS. അവിടെ ഒരാളെന്നെ കളിയാക്കുക. അത് ശരി, നാട്ടകത്തെ ഹെൽത്ത് സെന്ററിലാണ് അമ്മ വർക്ക് ചെയ്യുന്നത് അല്ലേ? താങ്ക് യു. ഇനി മോൾക്ക് തന്നെ സാധ്യമാകാനായിട്ട് മറ്റൊരു സെന്ററിലേക്കാണ് മോൾക്ക് അഡ്മിഷൻ കിട്ടിയിരിക്കുന്നത്. കോട്ടയം മോദിയ വിദ്യാലയത്തിലെ നമ്മുടെ പുതിയ കൂട്ടുകാരിയെ കൈകാനായിട്ട് എല്ലാവർക്കും ഒരു സ്റ്റെപ്പ് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ സാധിക്കും. മോളുട്ടിയുടെ ആഗ്രഹങ്ങൾക്കും ഇഷ്ടങ്ങൾക്കും അനുസരിച്ച് തന്നെ പഠിച്ച് മിടുമിടുക്കാവുന്നതിനോടൊപ്പം തന്നെ പഠനത്തോടൊപ്പം തന്നെ മനുഷ്യത്വമുള്ള ആളാണ് മോള്.
അതുകൊണ്ടാണ് എല്ലാവരെയും കെയർ ചെയ്യാനും വലിയ വലിയ ആഗ്രഹങ്ങളും അംബീഷനും ഒക്കെ ആയിട്ട് മോള് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ ലക്ഷ്യം മുന്നുപിടിക്കുകയാണ്. തന്നെ ചെയ്യാനാണ് എനിക്കിഷ്ടം എന്ന് പറയുന്നതാണ്. അവിടെയാണ് അതിനകത്ത് പെർഫെക്ഷൻ ഉണ്ടോന്നൊന്നുമില്ല. നിങ്ങളൊക്കെ കൊച്ചാണ്, 10 വയസ്സിലെ സംസാരിച്ചത്. ആ 10 വയസ്സുള്ള സ്ഥലങ്ങളൊന്നും ആയിരുന്നില്ല. മുന്നുപിടിക്കുകയാണ്. നിങ്ങൾ മോളുടെ ആഗ്രഹങ്ങളെല്ലാം അതിനായിട്ട് ജെ ടീച്ചറിന്റെ എല്ലാവിധ പ്രാർത്ഥനയും ഉണ്ടാവും. മോളെ വലിയൊരു ആളായിട്ടൊക്കെ വന്ന് സന്തോഷങ്ങൾ ഉണ്ടാവട്ടെ. ഇതിനോടൊപ്പം തന്നെ രാജ്യത്തിൽ തന്നെ നന്മയുണ്ടാകുന്ന ഒരു നന്മ വരട്ടെ പ്രാർത്ഥനയോടുകൂടി ഇപ്പൊ തൽക്കാലം നമ്മുടെ വേദക്കുട്ടിയുടെ സന്തോഷങ്ങൾ, വേദക്കുട്ടിയുടെ അനിയത്തിക്കുട്ടിയുടെ കുട്ടികൾ ഒക്കെ ഇതിനകത്ത് കണ്ടോണ്ടാണ് ഇരിക്കുന്നത്. എല്ലാവരോടും ഒരു ഹായ് പറഞ്ഞിട്ട് നമസ്തേ. നമസ്തേ. നമസ്തേ ടീച്ചർ.